ഹായ് ഫ്രണ്ട്സ്, ടീം സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടാലി പേറോളിൽ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ്. നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനലിലെ പേറോൾ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായ TDS എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനും എംപ്ലോയീസിന്റെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് എങ്ങനെ ടാലിയിൽ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ടാലി ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് കമ്പനിയുടെ കറണ്ട് പീരീഡ്, രണ്ട് കറണ്ട് ഡേറ്റ്. കാരണം ഇൻകം ടാക്സ് കാൽക്കുലേഷനിൽ ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗേറ്റ് ഓഫ് ടാലിയിൽ നിന്നുകൊണ്ട് പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഈ ഒരു മെനുവിലെ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എംപ്ലോയീസിന്റെ ടാക്സ് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായി ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. അതിനുശേഷം ഡിസ്പ്ലേ മെനു സെലക്ട് ചെയ്യുക. അതിനുശേഷം പേറോൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഇൻകം ടാക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ സെലക്ട് ചെയ്യുക. ഇനി ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിൽ നിന്നും ഏതെങ്കിലും ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടില്ല. അതിന്റെ റീസൺ അല്പനേരം മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 1 April 2019 ടു 31 March 2020 ആണ്. എംപ്ലോയീസിന്റെ സാലറി ഡിഫൈൻ ചെയ്ത സമയത്ത് ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് ആയി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് 1 April 2020 ആണ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എസ്കേപ്പ് കീ പ്രസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. Alt+F2 കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പീരീഡ് ചേഞ്ച് ചെയ്യുക. ഇനി വീണ്ടും കമ്പ്യൂട്ടേഷൻ സെലക്ട് ചെയ്യുക. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഒരു എംപ്ലോയിയുടെ ഇൻകം ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയാണ് കമ്പ്യൂട്ടേഷൻ എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പേറോൾ വൗച്ചർ പോലും എൻ്റർ ചെയ്തില്ലെങ്കിലും ഇവിടെ കുറച്ച് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കാണാം. എന്നാൽ എംപ്ലോയീസിന്റെ സാലറി നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ഇവിടെ ഈ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ എംപ്ലോയിയുടെ ഗ്രോസ് സാലറി ഒന്ന് ഓപ്പൺ ചെയ്യാം. സാലറി ഡിഫൈൻ ചെയ്തപ്പോൾ നൽകിയിരിക്കുന്ന ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ മാസത്തെയും സാലറി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെയും ഒരു പേറോൾ വൗച്ചർ പോലും എൻ്റർ ചെയ്തിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു മാസം നമ്മൾ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം ഇവിടെ പ്രൊജക്ഷൻ എന്നതിന് പകരം ആക്ച്വൽസ് എന്നായി മാറും. നമുക്കിനി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. ഇനി നമുക്ക് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A എന്ന ഹെഡിലെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സെക്ഷനിലേക്ക് വരാം. ഡിഫൈൻ ചെയ്ത സാലറിയെ ബേസ് ചെയ്ത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് EPFന്റെ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ സാലറി ഡിഫൈൻ ചെയ്തപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു NPS Tier 1 കൂടി ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിന്റെ ഫിഗർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അത് മാത്രമല്ല NPS Tier 1ലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ ബെനിഫിറ്റും ഈ എംപ്ലോയിക്ക് ലഭിക്കുന്നില്ല. കാരണം എംപ്ലോയർ കോൺട്രിബ്യൂഷന്റെ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. വീണ്ടും നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. ഇവിടെയും എംപ്ലോയറുടെ NPS കോൺട്രിബ്യൂഷൻ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക. അതിനുശേഷം പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യുക. ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഈ മെനുവിൽ നിന്നും പേ ഹെഡ് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേ ഹെഡ്സിൽ ഇൻകം ടാക്സിന് വേണ്ടി കോൺഫിഗർ ചെയ്യേണ്ടതായ എല്ലാ പേ ഹെഡ്സും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത യൂസർ ഇൻപുട്സിനെ ബേസ് ചെയ്ത് ടാലി ഇന്റേണലി കോൺഫിഗർ ചെയ്തവയാണ് ബോൾഡ് ഫോർമാറ്റിൽ കാണുന്നത്. ഇനി ചെയ്യാനുള്ളവയാണ് ഇറ്റാലിക്സിൽ കാണുന്നത്. ഓരോ പേ ഹെഡിനും റെലവെന്റ് ആയ ഇൻകം ടാക്സ് കമ്പോണന്റ് സെലക്ട് ചെയ്ത് മാപ്പ് ചെയ്യുന്നതിനെയാണ് പേ ഹെഡ് കോൺഫിഗറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വൺ ടൈം പ്രോസസ് ആണ്. അതുപോലെ ഏതെങ്കിലും പുതിയ പേ ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവയെ ഇതുപോലെ ഇൻകം ടാക്സിന് വേണ്ടി കോൺഫിഗർ ചെയ്യേണ്ടതുമുണ്ട്. കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടി ഇറ്റാലിക്സിലുള്ള പേ ഹെഡ് സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം റെലവെന്റ് ആയ ഇൻകം ടാക്സ് കമ്പോണന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ PF ഡിഡക്ഷന്റെ ഇൻകം ടാക്സ് കമ്പോണന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സ്ക്രീൻ അതുപോലെ തന്നെ എന്റർ കീ പ്രസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പേ ഹെഡ് നെയിം ബോൾഡ് ആയി മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് സെലക്ട് ചെയ്യുക.
ഇൻകം ടാക്സ് കമ്പോണന്റ് കറക്റ്റ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക. അടുത്ത പേ ഹെഡ് സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, കറക്റ്റ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക. ഇനി കോൺഫിഗർ ചെയ്യാനുള്ളത് പ്രൊഫഷണൽ ടാക്സ്. എൻ്റർ കീ പ്രസ് ചെയ്യുക, കറക്റ്റ് ആയതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എല്ലാ പേ ഹെഡ്സും കോൺഫിഗർ ചെയ്തു. നമുക്കിനി ഒന്നുകൂടി ആ കമ്പ്യൂട്ടേഷൻ സ്ക്രീനിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിനായി ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക, ഡിസ്പ്ലേ, പേറോൾ റിപ്പോർട്ട്സ്, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, ഇൻകം ടാക്സ്, കമ്പ്യൂട്ടേഷൻ. ഇപ്പോൾ ഈ എംപ്ലോയിയുടെ ഗ്രോസ് സാലറി എമൗണ്ട് 9,67,200 നിന്നും 10,33,200 രൂപയായി വർദ്ധിച്ചു. കാരണം പേ ഹെഡ് കോൺഫിഗറേഷൻ പ്രോപ്പറായി ചെയ്തതുകൊണ്ട് എംപ്ലോയറുടെ NPS കോൺട്രിബ്യൂഷൻ കൂടി ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്തു വന്നു. അതുകൂടാതെ ചാപ്റ്റർ 6-ലെ 80C പ്രകാരമുള്ള ഇൻവെസ്റ്റ്മെന്റ് സെക്ഷനിലും ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എംപ്ലോയിയുടെ NPS കോൺട്രിബ്യൂഷൻ പുതിയതായി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ എംപ്ലോയറുടെ NPS കോൺട്രിബ്യൂഷൻ കൂടി ഇവിടെയും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 10 പ്രകാരമുള്ള ഇളവുകൾ ഈ എംപ്ലോയിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. അതായത് ഒരു എംപ്ലോയിക്ക് ലഭിക്കുന്ന സാലറിയിലെ എല്ലാ ഏണിംഗ് പേ കമ്പോണൻസും ഫുള്ളി ടാക്സബിൾ അല്ല. സെക്ഷൻ 10 പ്രകാരം നിബന്ധനകൾക്ക് വിധേയമായി ചില ഇളവുകൾ ലഭിക്കാൻ എംപ്ലോയീസിന് അർഹതയുണ്ട്. ഇതേക്കുറിച്ച് ഏണിംഗ് പേ ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഹൗസ് റെന്റ് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് ഇവയൊന്നും ഫുള്ളി ടാക്സബിൾ അല്ല. കൂടാതെ അജയ് എന്ന ഈ എംപ്ലോയിയുടെ സാലറി ഡിഫൈൻ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പേ കമ്പോണൻസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ എംപ്ലോയിക്ക് അർഹതപ്പെട്ട ആ എക്സംഷൻ എമൗണ്ട് ഇവിടെ ഡിഡക്ട് ചെയ്തതായും കാണുന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എക്സംഷൻ എമൗണ്ട് എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാം എന്നാണ്. അതിനായി ടാലിയിലെ ഡിക്ലറേഷൻസ് എന്ന ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക, അതിനുശേഷം പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യുക, ഇൻകം ടാക്സ് ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക, ഡിക്ലറേഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ടാക്സ് റെജിമാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ എംപ്ലോയിയുടെയും ടാക്സ് റെജിം ഏതാണ് എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഈ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത ഓരോ എംപ്ലോയിയുടെയും ടാക്സ് റെജിം നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്. എങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ കമ്പനിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മുഴുവൻ എംപ്ലോയീസിന്റെയും ലിസ്റ്റ് ഇവിടെ കാണാം. എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ടാക്സ് റെജിം എന്ന കോളത്തിലേക്ക് വരിക. അതിനുശേഷം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റെജിം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, പാൻ എൻ്റർ ചെയ്യുക, ഡേറ്റ് ഓഫ് ജോയിനിങ് എൻ്റർ ചെയ്യുക. നമ്മളിത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തത് കാരണം സേവ് ചെയ്യുന്നില്ല, പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. ഇനി നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് എക്സംഷൻ ആവശ്യമായ ഡീറ്റെയിൽസ് ആണ്. സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ ബാധകമായ മുഴുവൻ അലവൻസ് ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടില്ല. എംപ്ലോയി ഇൻപുട്സ് ആവശ്യമുള്ള അലവൻസ് ലിസ്റ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കാദ്യം ഹൗസ് റെന്റ് അലവൻസിന്റെ ഡീറ്റെയിൽസ് ഡിക്ലെയർ ചെയ്യാം. അതിനായി ഹൗസ് റെന്റ് അലവൻസ് സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്കിവിടെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എംപ്ലോയി ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ എംപ്ലോയിയെ സെലക്ട് ചെയ്യാം. ഓൾ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ടാക്സ് റെജിമിന്റെ ബേസിൽ ഒരു അഡീഷണൽ ഫിൽറ്ററിംഗ് കൂടി അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ടാക്സ് റെജിമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടാക്സ് റെജിമിൽ ഉൾപ്പെട്ട എംപ്ലോയീസിന്റെ ലിസ്റ്റ് മാത്രമേ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. എനി എന്നതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ എംപ്ലോയീസിന്റെയും ലിസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഞാനിവിടെ അജയ് എന്ന ഒരു പർട്ടിക്കുലർ എംപ്ലോയിയാണ് സെലക്ട് ചെയ്യുന്നത്. എംപ്ലോയീസ് താമസിക്കുന്നത് ഒരു റെന്റഡ് ഹൗസിലാണെങ്കിൽ അവർ പേ ചെയ്യുന്ന മന്ത്ലി റെന്റ് എമൗണ്ട് ആണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് ആണ്. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന റെന്റ് ഏത് ഡേറ്റ് മുതലാണ് ഇഫക്റ്റീവ് ആകുന്നത് ആ ഡേറ്റ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് എംപ്ലോയി റെന്റഡ് ഹൗസിൽ താമസം തുടങ്ങുന്നത് 15/5/2020 ആണെങ്കിൽ ആ ഡേറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് 1/4/2020 എൻ്റർ ചെയ്യരുത്. ഈ എംപ്ലോയി ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കം മുതൽ തന്നെ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത് എന്ന അസംഷനിലാണ് ഞാൻ ഇവിടെ 1/4/2020 എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾ ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം മന്ത്ലി റെന്റ് എൻ്റർ ചെയ്യുക. ഞാനിവിടെ 10,000 രൂപ ഡിക്ലെയർഡ് കോളത്തിലാണ് എൻ്റർ ചെയ്യുന്നത്.
ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിക്ലെയർഡ് കോളവും അതുപോലെ പ്രൂഫ് കോളവും എന്താണെന്ന് മനസ്സിലാക്കാം. ഓരോ എംപ്ലോയിയും HR ഡിപ്പാർട്ട്മെന്റിൽ ഡിക്ലെയർ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡിക്ലെയർഡ് വാല്യൂ. അതായത് ഞാൻ മന്ത്ലി ഇത്ര രൂപയാണ് റെന്റ് കൊടുക്കുന്നത് എന്ന് ഒരു എംപ്ലോയി HR ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഡിക്ലെയർഡ് വാല്യൂ. നോർമലി മന്ത്ലി കുറഞ്ഞ TDS എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി എംപ്ലോയീസിന് വേണമെങ്കിൽ കൂടിയ എമൗണ്ട് ഡിക്ലെയർഡ് വാല്യൂ ആയി പറയാം. എന്നാൽ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ പേ ചെയ്ത റെന്റിന്റെ പ്രൂഫ്, അതായത് റെന്റ് റെസീറ്റ് HR ഡിപ്പാർട്ട്മെന്റിൽ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പ്രസന്റ് ചെയ്ത പ്രൂഫ് പ്രകാരമുള്ള വാല്യൂ ആണ് പ്രൂഫ് വാല്യൂ. എംപ്ലോയീസിന് ഇങ്ങനെ പ്രൂഫ് പ്രസന്റ് ചെയ്യാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്ത പ്രൂഫ് പ്രകാരമുള്ള വാല്യൂ ഡിക്ലെയർഡ് വാല്യൂവിനേക്കാൾ കുറവോ ആണെങ്കിൽ പിന്നീടുള്ള മാസങ്ങളിൽ കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഈ എംപ്ലോയി ഓൾറെഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്തെന്ന അസംഷനിൽ പ്രൂഫ് വാല്യൂ കോളത്തിൽ ഞാൻ 10,000 തന്നെ എൻ്റർ ചെയ്യാണ്. ഇനി എംപ്ലോയിയുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് സെലക്ട് ചെയ്യുക. മെട്രോ ആണെങ്കിൽ മെട്രോ, നോൺ മെട്രോ ആണെങ്കിൽ നോൺ മെട്രോ. ഇനി ലാൻഡ് ലോഡിന്റെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ലാൻഡ് ലോഡിന്റെ പാൻ എൻ്റർ ചെയ്യുക. ഇവിടെ ന്യൂ സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഇവിടെ ഇഫക്റ്റീവ് ഫ്രം കോളത്തിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഡേറ്റ് മുതലുള്ള റിവൈസ്ഡ് റെന്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഇനി ഞാനിവിടെ ഓൾ ഐറ്റംസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാണ്. അതിനുശേഷം ടാക്സ് റെജിമായി എനി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് കാണാം. ഇതിൽ അജയ് എന്ന എംപ്ലോയിയുടെ ഡിക്ലറേഷൻ നമ്മൾ സെറ്റ് ചെയ്തതാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നിന്നും വീണ്ടും ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്ത് അടുത്ത എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് ആയി 1/5/2020, ഡിക്ലെയർഡ് റെന്റ് 7,000, പ്രൂഫ് വാല്യൂ 7,000, നോൺ മെട്രോ, ഇപ്പോൾ നമ്മൾ രണ്ട് എംപ്ലോയീസിന്റെയും റെന്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. വിജയ് എന്ന എംപ്ലോയിയുടെ റെന്റ് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല. അയാൾ ഒരു റെന്റഡ് ഹൗസിൽ അല്ല താമസിക്കുന്നത് എന്ന അസംഷനിലാണ് നമ്മളത് ബ്ലാങ്ക് ആയി കൊടുക്കുന്നത്. സേവ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ഡിക്ലറേഷൻ സെറ്റ് ചെയ്യാം. അതിനായി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. ലീവ് ട്രാവൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടൊരു പേഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ വാല്യൂ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ഓഫ് ഇൻകം ടാക്സ് കമ്പോണൻസിൽ നിന്ന് ലീവ് ട്രാവൽ അസിസ്റ്റൻസ് എന്ന ഇൻകം ടാക്സ് കമ്പോണന്റ് സെലക്ട് ചെയ്യുക. ഇനി ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് ട്രാവൽ അസിസ്റ്റൻസ് എന്ന ഇൻകം ടാക്സ് കമ്പോണന്റുമായി മാപ്പ് ചെയ്യപ്പെട്ട പേഹെഡ് നെയിം ഡിസ്പ്ലേ ചെയ്യും. അത് സെലക്ട് ചെയ്ത് എക്സംഷൻ കോളത്തിൽ ആനുവൽ എമൗണ്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ മതി. ലീവ് ട്രാവൽ അസിസ്റ്റൻസുമായി മാപ്പ് ചെയ്യപ്പെട്ട ഒരു പേഹെഡ് ഈ കമ്പനിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു പേഹെഡ് ഡിസ്പ്ലേ ചെയ്യാത്തത്. നമ്മളിനി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. ഇനി നമുക്ക് എംപ്ലോയീസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റസ് ഡിക്ലെയർ ചെയ്യാം. ട്രാൻസ്പോർട്ട് അലവൻസിൽ എക്സംഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഓൾ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുന്നത്. എനി സെലക്ട് ചെയ്യുന്നു. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്യുക. എംപ്ലോയി ഫിസിക്കലി ചാലഞ്ചഡ് ആണെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫിസിക്കലി ചാലഞ്ചഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അതേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ എംപ്ലോയിയുടെ സ്റ്റേറ്റസ് മാറുകയാണെങ്കിൽ ആ ഡേറ്റ് എൻ്റർ ചെയ്തുകൊണ്ട് ഫിസിക്കലി ചാലഞ്ചഡ് വീണ്ടും സെലക്ട് ചെയ്യാം. ഇനി ഇത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൽ എക്സംഷൻ കിട്ടാനുള്ള ഡീറ്റെയിൽസ് ഡിക്ലെയർ ചെയ്യാം. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്യുക. നമ്പർ ഓഫ് ചിൽഡ്രൻ എൻ്റർ ചെയ്യുക. ഞാനിവിടെ 1 എൻ്റർ ചെയ്യുന്നത്. ഇനി 15/10/2020 മുതൽ ഈ എംപ്ലോയിയുടെ രണ്ടാമത്തെ കുട്ടിയും സ്കൂളിൽ പോകാൻ തുടങ്ങിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇവിടെ 2 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്തു. ഇനി സേവ് ചെയ്യുക. അടുത്തത് ചിൽഡ്രൻ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് ആണ്. പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. ഡേറ്റ് എൻ്റർ ചെയ്യുക. നമ്പർ ഓഫ് ചിൽഡ്രൻ എൻ്റർ ചെയ്യുക.
സേവ് ചെയ്യുക. സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ ലഭിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ എൻ്റർ ചെയ്തു. നമുക്കിനി ഒരിക്കൽ കൂടി ആ കമ്പ്യൂട്ടേഷൻ സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായി ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക. ഡിസ്പ്ലേ, പേറോൾ റിപ്പോർട്ട്സ്, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, ഇൻകം ടാക്സ്, കമ്പ്യൂട്ടേഷൻ. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ആദ്യം അജയ് എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യാം. എംപ്ലോയി ഡിക്ലറേഷൻസ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് സെക്ഷൻ 10 പ്രകാരമുള്ള എക്സംഷൻസ് ഈ എംപ്ലോയിക്ക് ലഭിച്ചതായി കാണാം. ഈ ഓരോ എമൗണ്ടിന്റെയും കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്ന് വിശദമായി തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. ഇനി നമുക്ക് മറ്റൊരു എംപ്ലോയിയുടെ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് വിജയ് എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യാം. എക്സംഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എംപ്ലോയി ഡിക്ലറേഷനെ ബേസ് ചെയ്താണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയിയുടെ ഡിക്ലറേഷൻ പ്രകാരം ഈ എംപ്ലോയിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിലും ചിൽഡ്രൻ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസിലും മാത്രമേ എക്സംഷൻ ലഭിക്കാൻ അർഹതയുള്ളൂ. അതുകൊണ്ടാണ് അജയ്ക്ക് ലഭിച്ച എല്ലാ എക്സംഷനും ഇവിടെ വിജയ്ക്ക് ലഭിക്കാത്തത്. നമുക്കിനി അടുത്ത എംപ്ലോയിയെ കൂടി ഒന്ന് സെലക്ട് ചെയ്യാം. രാഹുൽ. രാഹുലിന്റെ ഡിക്ലറേഷൻ പ്രകാരം രാഹുലിന് ഹൗസ് റെന്റ് അലവൻസിൽ കൂടി എക്സംഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എംപ്ലോയീസിന്റെ അതർ ഇൻകം ഡിക്ലറേഷൻ ആണ്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ ആണ്. അതായത് 80C 80D പ്രകാരമുള്ള ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ. ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ Ctrl+Enter കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ടാലിയിലെ ഡിക്ലറേഷൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനായി വീണ്ടും ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക. അതിനുശേഷം പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യുക, ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക, ഡിക്ലറേഷൻ സെലക്ട് ചെയ്യുക. ആദ്യം ഇൻകം ഡിക്ലറേഷൻ. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ രണ്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എംപ്ലോയീസിന്റെ ഇൻകം ഡിക്ലെയർ ചെയ്യാം. ഡാറ്റ എൻട്രി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ഓപ്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എംപ്ലോയിയുടെ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഒരേ സമയം ഡിക്ലെയർ ചെയ്യാൻ സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഒരേ ഇൻകം സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്ന ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിന്റെ ഇൻകം ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാൻ മൾട്ടിപ്പിൾ എംപ്ലോയി സിംഗിൾ കമ്പോണന്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇവിടെ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസും അതുപോലെ തന്നെ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന്റെ ഇൻട്രസ്റ്റ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ സെലക്ട് ചെയ്തത് മൾട്ടിപ്പിൾ എംപ്ലോയി സിംഗിൾ കമ്പോണന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ എംപ്ലോയിയെ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യാം. ടാക്സ് റെജീം ഉപയോഗിച്ച് എംപ്ലോയി ഫിൽട്ടർ നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ എനിയാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഇവിടെ ലിസ്റ്റ് ഓഫ് ഇൻകംസ് എന്ന് കാണാം. അതിൽ നിന്നും ഇൻകം സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇനി ഇവിടെ ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ആനുവൽ ഇൻകം ഇവിടെ എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, ആനുവൽ ഇൻകം ആണ്, മന്ത്ലി ഇൻകം അല്ല. ഉദാഹരണത്തിന് ഈ എംപ്ലോയിക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ആനുവൽ ഇൻകം 1,20,000 രൂപയാണെങ്കിൽ ഡിക്ലെയർഡ് വാല്യൂ കോളത്തിൽ 1,20,000 എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രൂഫ് പ്രകാരമുള്ള എമൗണ്ട് പ്രൂഫ് വാല്യൂ കോളത്തിലും എൻ്റർ ചെയ്യുക. ഇനി ലോക്കൽ അതോറിറ്റിയിലേക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കാണുന്ന 30% ഡിഡക്ഷൻ ഇൻകം ടാക്സ് റൂൾ പ്രകാരം ടാലി ഇന്റേണലി കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തതാണ്. ഇനി നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ആണ്. അതായത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ലോൺ എടുത്ത് വാങ്ങിയതാണെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ കാണുന്ന 63,300 രൂപയാണ് അജയ് എന്ന ഈ എംപ്ലോയിയുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് അടുത്ത എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം വാല്യൂസ് ഫില്ല് ചെയ്യുക. വിജയ് എന്ന എംപ്ലോയിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. ഈ സ്ക്രീൻ സേവ് ചെയ്യാണ്. ഇനി നമുക്ക് സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ഡിക്ലെയർ ചെയ്യാം. അതിനായി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക.
എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. നമ്മൾ അജയ് എന്ന ഈ എംപ്ലോയിക്ക് ഓൾറെഡി ഒരു ഇൻകം ഡിക്ലെയർ ചെയ്തിരുന്നു, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് ആ ഒരു ഇൻകം ഇവിടെ ഗ്രേ കളറിൽ സെലക്ടഡ് ആയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഈ സെക്കൻഡ് ലൈനിലായിരിക്കും ഗ്രേ കളർ സെലക്ഷൻ വരിക. ഇനി ഒരു ഇൻകം പോലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എൻഡ് ഓഫ് ലിസ്റ്റ് എന്ന ഈ ലൈനിലായിരിക്കും ഗ്രേ കളർ സെലക്ഷൻ ഉണ്ടാവുക. ഇങ്ങനെ ഓൾറെഡി ഒരു ഇൻകം ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ പുതിയൊരു ഇൻകം ഡിക്ലെയർ ചെയ്യുന്നതിനായി ആ ഇൻകം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇൻകം ഫ്രം അതർ സോഴ്സസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓവർ റൈറ്റ് ആയി പോകും. അതുകൊണ്ട് ആദ്യം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഇൻകം സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. വീണ്ടും എന്റർ കീസ് പ്രസ് ചെയ്തുകൊണ്ട് റീ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം അടുത്ത ഇൻകം സെലക്ട് ചെയ്യുക. ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡിക്ലെയർഡ് വാല്യൂ കോളത്തിൽ ആനുവൽ എമൗണ്ട് എൻ്റർ ചെയ്യുക. പ്രൂഫ് പ്രകാരമുള്ള വാല്യൂ പ്രൂഫ് കോളത്തിൽ എൻ്റർ ചെയ്യുക. ഇവിടെ ഡേറ്റ് എൻ്റർ ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഡിക്ലെയർ ചെയ്യാനാണ് പ്രോംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടാലി ഒന്ന് ക്ലോസ് ചെയ്ത് റീ ഓപ്പൺ ചെയ്താൽ മതി. ഇനി നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. അതിനായി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ സെൽഫ് ഓക്യുപ്പൈഡ് സെലക്ട് ചെയ്യുക. ഡേറ്റ് എൻ്റർ ചെയ്യുക. ആനുവൽ ഇൻട്രസ്റ്റ് എമൗണ്ട് എൻ്റർ ചെയ്യുക. സേവ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ ആണ്. അതിനായി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. ആദ്യം നമുക്ക് 80C ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഡിക്ലെയർ ചെയ്യാം. ഇവിടെയും ഡാറ്റ എൻട്രിക്ക് വേണ്ടി രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണൻസും മൾട്ടിപ്പിൾ എംപ്ലോയി സിംഗിൾ കമ്പോണൻറ്റും. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ യൂസ് ചെയ്യാം. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ സ്ക്രീനിന്റെ താഴെ ഭാഗത്തായി ക്വാളിഫയിങ് എമൗണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് സെലക്ട് ചെയ്ത് വാല്യൂസ് ഡിക്ലെയർ ചെയ്യാം. അതിനു മുൻപായി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇടത് ഭാഗത്തായി എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടും എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു NPS Tier 1 കാണാം. ഇത് ഡിഫോൾട്ടായി വന്നതാണ്. സാലറി ഡിഫൈൻ ചെയ്തതിന്റെ ബേസിലാണ് ഈ ഫിഗേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നെയിം സെലക്ട് ചെയ്ത് വാല്യൂസ് എൻ്റർ ചെയ്യാം. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും നമ്മൾ വാല്യൂസ് ഡിക്ലെയർ ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു NPS 80 CCD 1B സെലക്ട് ചെയ്യാം. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആനുവൽ എമൗണ്ട് എൻ്റർ ചെയ്യുക. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഈ സെക്ഷൻ പ്രകാരം മാക്സിമം 50,000 രൂപയ്ക്ക് വരെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും. അതുകൊണ്ട് നമ്മളിവിടെ 50,000 ആണ് എൻ്റർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഹൗസിംഗ് ലോൺ റീപേയ്മെന്റിലെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പോർഷൻ ആണ്. ഓരോ ഇൻവെസ്റ്റ്മെന്റും ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ നെറ്റ് ക്വാളിഫയിങ് എമൗണ്ട് ചേഞ്ച് ആവുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രോസ് ക്വാളിഫയിങ് എമൗണ്ടും നെറ്റ് ക്വാളിഫയിങ് എമൗണ്ടും ചേഞ്ച് ആവുന്നതും ശ്രദ്ധിക്കുക. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം. അടുത്തത് NSE ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം പ്രകാരമുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം പ്രകാരമുള്ള, അതായത് 80CCG പ്രകാരമുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ക്വാളിഫയിങ് എമൗണ്ട് ആയി കൺസിഡർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ 50%ഓ അതല്ലെങ്കിൽ 25,000 രൂപയോ ഇതിൽ ഏതാണോ കുറവ് ആ എമൗണ്ട് ആയിരിക്കും. ഇവിടെ 55,000 ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത എമൗണ്ട്. അതിന്റെ 50% 27,500 രൂപയാണ്. അതുകൊണ്ടാണ് ഇവിടെ നെറ്റ് ക്വാളിഫയിങ് എമൗണ്ട് ആയി 25,000 വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ട്യൂഷൻ ഫീസ് ആണ്. വാല്യൂ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക.
ഇവിടെ ഗ്രോസ് ക്വാളിഫയിങ് എമൗണ്ടായും അതുപോലെ നെറ്റ് ക്വാളിഫയിങ് എമൗണ്ടായും 1,45,600 രൂപയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 80C പ്രകാരമുള്ള നെറ്റ് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഗ്രോസ് ക്വാളിഫയിങ് എമൗണ്ട് 1,50,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ക്വാളിഫയിങ് എമൗണ്ടിന് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. നമ്മൾ ഇനി ഇവിടെ ട്യൂഷൻ ഫീസായി 6,000 എൻ്റർ ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഗ്രോസ് ക്വാളിഫയിങ് എമൗണ്ട് 1,51,600 ആവുകയും എന്നാൽ നെറ്റ് ക്വാളിഫയിങ് എമൗണ്ട് 1,50,000 ലിമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് പ്രൂഫ് വാല്യൂ കൂടി എൻ്റർ ചെയ്യാം. അജയ് എന്ന ഈ എംപ്ലോയിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയി ഇത്രയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ് ക്വാളിഫയിങ് എമൗണ്ട് 2,91,000 ആയിട്ടുണ്ട്. അതായത് 80C പ്രകാരമുള്ള 1,50,000 രൂപ, 80CCD 1B പ്രകാരമുള്ള 50,000, 80CCD 2 പ്രകാരം 66,000, അതായത് എംപ്ലോയറുടെ NPS കോൺട്രിബ്യൂഷൻ, അതുപോലെ 80CCG പ്രകാരം 25,000 രൂപ, എല്ലാം ഉൾപ്പെടെ 2,91,000 രൂപ. ഇനി നമുക്കിത് സേവ് ചെയ്യാം. മറ്റ് എംപ്ലോയീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് അജയ് എന്ന ഈ എംപ്ലോയിയുടെ തന്നെ അതർ ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ ആണ്. അതിനുവേണ്ടി വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. അതേഴ്സ് എന്ന ഹെഡിലെ സിംഗിൾ എംപ്ലോയി മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില ഇൻവെസ്റ്റ്മെന്റ് നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ എന്ന ഈ കോളത്തിൽ കാറ്റഗറി കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കോൺട്രിബ്യൂഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന ഇൻവെസ്റ്റ്മെന്റ് നെയിം സെലക്ട് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ എന്ന കോളം സ്കിപ്പ് ചെയ്താണ് ഡിക്ലെയർഡ് വാല്യൂ കോളത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ക്വാളിഫയിങ് എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ യാതൊരുവിധ കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നതുകൊണ്ടാണ് കണ്ടീഷൻ എന്ന കോളം സ്കിപ്പ് ചെയ്ത് പോയത്. ഇനി നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് നെയിം സെലക്ട് ചെയ്യാം. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്യുക. ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് അല്ല എൻ്റർ ചെയ്യേണ്ടത്, ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് ആണ്. എഡ്യൂക്കേഷണൽ പർപ്പസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ 1/4/2020 തന്നെ എല്ലായിടത്തും കൊടുക്കുന്നത്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് ഈ എംപ്ലോയി ഈ ഫിനാൻഷ്യൽ ഇയറിൽ പേ ചെയ്ത ഡൊണേഷന്റെ എമൗണ്ട് എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡന്റ് എന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡിപ്പെൻഡന്റിന്റെ കാറ്റഗറി സെലക്ട് ചെയ്യുക. സീവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ സീവിയർ ഡിസബിലിറ്റി സെലക്ട് ചെയ്യുക, അതല്ല എങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സെക്ഷൻ പ്രകാരം ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തല്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കബിൾ ആയ കാറ്റഗറി സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ എമൗണ്ട് വരുന്നത് കാണാം. ഞാനിവിടെ അതേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ക്വാളിഫയിങ് എമൗണ്ടായി 75,000 വന്നത് കാണാം. ഇനി നമുക്ക് അടുത്ത വാല്യൂ ഡിക്ലെയർ ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അതുപോലെ തന്നെ കണ്ടീഷൻ എന്നത് ഇവിടെ ഡിഫോൾട്ടായി അതേഴ്സ് എന്നായതും ശ്രദ്ധിക്കുക. ഇനി വാല്യൂ എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത തുക 11,564 ആണ്. പക്ഷേ ക്വാളിഫയിങ് എമൗണ്ടായി 10,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം സെക്ഷൻ 80TTA പ്രകാരമുള്ള മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് 10,000 രൂപയാണ്. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് മെഡിക്ലെയിം ഇൻഷുറൻസ് തുകയാണ്. കാറ്റഗറി അതേഴ്സ് സെലക്ട് ചെയ്യുന്നു. മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് 25,000. അടുത്തത് ഡിപ്പെൻഡന്റിന് വേണ്ടിയുള്ള മെഡിക്ലെയിം ഇൻഷുറൻസ്. ഇവിടെ സീനിയർ സിറ്റിസൺ സെലക്ട് ചെയ്യുന്നു. 51,300 നമ്മൾ എൻ്റർ ചെയ്യുന്ന എമൗണ്ട്. മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് 50,000. അടുത്തത് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ലോൺ. $20,000. ഇത്രയുമാണ് അതർ ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷനായി ഈ എംപ്ലോയിക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇനി ഇത് സേവ് ചെയ്യുന്നു. ഇവിടെയും മറ്റ് എംപ്ലോയീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഡിക്ലെയർ ചെയ്യുന്നില്ല.
ഇനി നമുക്ക് കമ്പ്യൂട്ടേഷൻ സ്ക്രീൻ ഒന്നുകൂടി ഒന്ന് എടുക്കാം. അതിനായി ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. ഡിസ്പ്ലേ, പേറോൾ റിപ്പോർട്ട്സ്, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, ഇൻകം ടാക്സ്, കമ്പ്യൂട്ടേഷൻ. അജയ് എന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ അതർ ഇൻകമായി 2,28,300 വന്നത് കാണാം. നമ്മൾ ഡിക്ലെയർ ചെയ്ത ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ഇൻകം ഫ്രം അതർ സോഴ്സസും ആഡ് ചെയ്ത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന്റെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് ചെയ്താണ് അതർ ഇൻകമായി 2,28,300 എന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷനെ ബേസ് ചെയ്താണ് ഇവിടെ 2,91,000 അതുപോലെ 1,86,000 രൂപയും വന്നിരിക്കുന്നത്. ഇനി ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ടാലിയിലുള്ള മറ്റു ചില ഫീച്ചേഴ്സ് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിനായി വീണ്ടും ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യുക. ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇതിൽ പേ ഹെഡ് കോൺഫിഗറേഷനും അതുപോലെ ഡിക്ലറേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തതാണ് ഓവർറൈഡ് എക്സംഷൻ വാല്യൂ. ടാലിയിൽ ഓരോ എംപ്ലോയിയുടെയും ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വൗച്ചർ ലെവൽ വാല്യൂസിനെ ബേസ് ചെയ്താണ്. എന്നാൽ ആ വൗച്ചർ ലെവൽ വാല്യൂസിനെ ഓവർറൈഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. വാല്യൂസ് എൻ്റർ ചെയ്യുന്നതിനായി ഇത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓവർറൈഡ് ചെയ്യേണ്ട പേ ഹെഡ് ഏത് ഇൻകം ടാക്സ് കമ്പോണന്റുമായാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ബേസിക് സാലറി. ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്ത് പേ ഹെഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തേത് ബോത്ത്, 2 എക്സംപ്റ്റ്, 3 ഇൻകം. ഇതിൽ എക്സംപ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻകം കോളം സ്കിപ്പ് ചെയ്ത് എക്സംഷൻ കോളത്തിലേക്ക് വരികയും ഇനി ഇൻകം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻകം കോളത്തിലേക്ക് വരികയും എക്സംഷൻ കോളം സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബോത്ത് എന്ന ഓപ്ഷൻ ആണെങ്കിൽ 2 കോളത്തിലും എമൗണ്ട് എൻ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മളിവിടെ ഓവർറൈഡ് ഫോർ എന്ന കോളത്തിൽ ഇൻകം സെലക്ട് ചെയ്ത് ഇൻകം കോളത്തിൽ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ടിനെ ബേസ് ചെയ്താണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ എക്സംപ്റ്റ് സെലക്ട് ചെയ്ത് എക്സംഷൻ കോളത്തിൽ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് മൈനസ് ചെയ്ത് ബാലൻസ് എമൗണ്ടിന് മുകളിലാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അടുത്ത വീഡിയോയിൽ ഒരു ഉദാഹരണത്തിലൂടെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് സേവ് ചെയ്യുന്നില്ല. വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. അടുത്ത ഓപ്ഷൻ ഓവർറൈഡ് ടാക്സ് വാല്യൂ എന്നതാണ്. ടാലി ഇന്റേണലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഇൻകം ടാക്സ് എമൗണ്ട് ഓവർറൈഡ് ചെയ്യാൻ ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇഫക്റ്റീവ് ടു ഡേറ്റ് എൻ്റർ ചെയ്യുക. ഇവിടെ ടാക്സ് എമൗണ്ട് കോളത്തിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഓരോ മാസവും ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് 1000 rupees. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടാലി കാൽക്കുലേഷൻ പ്രകാരം ഈ മാസങ്ങളിലെ ഇൻകം ടാക്സ് എത്ര തന്നെ വലുതാണെങ്കിലും ഇൻകം ടാക്സ് ആയി 1000 രൂപ മാത്രമേ എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാസങ്ങളിൽ കൂടുതൽ ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യപ്പെടും. എത്രയാണോ ഡിഡക്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ആ എമൗണ്ട് മറ്റു മാസങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൂടുതൽ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യപ്പെടും. ഈ ഓപ്ഷനും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് സേവ് ചെയ്യുന്നില്ല. നമ്മൾ വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. അടുത്ത ഓപ്ഷനാണ് ടാക്സ് കോൺഫിഗറേഷൻ. ഇവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേ ഹെഡ് കോൺഫിഗറേഷനിലേക്കാണ് നമ്മൾ എത്തുക. ഡിഫൈൻ സാലറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത പേ ഹെഡ്സ് ഇവിടെ കാണാം. പേ ഹെഡ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് ആവശ്യമായ ചേഞ്ചസ് വരുത്താവുന്നതാണ്. നമുക്കിനി അടുത്ത ഓപ്ഷൻ നോക്കാം. വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അണ്ടർ സെക്ഷൻ 17 ക്ലോസ് 2, അതായത് ഫോം 12 BA പ്രകാരമുള്ള പെർക്വിസിറ്റ്സ്. എംപ്ലോയർ എംപ്ലോയീസിന് നൽകുന്ന അഡീഷണൽ ഫെസിലിറ്റീസ് ആണ് പെർക്വിസിറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോൺ മോണിറ്ററി ആവാം, അതല്ലെങ്കിൽ കൺസെഷണൽ റേറ്റ്സിലും ആവാം. വാല്യൂസ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഇവിടെയും നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഓപ്ഷൻ ആണ്. ഇനി എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇവിടെ ഡിഫോൾട്ട് ആയി തന്നെ എംപ്ലോയറുടെ NPS കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് കാണാം. അതുകൂടാതെ പെർക്വിസിറ്റ് ലിസ്റ്റ് റൈറ്റ് സൈഡിലും കാണാം. വാല്യൂസ് ഡിക്ലെയർ ചെയ്യുന്നതിനായി ഇതിൽ നിന്നും ആപ്ലിക്കബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ് നെയിം സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക.
ഡേറ്റ് എൻ്റർ ചെയ്യുക, വാല്യൂ എൻ്റർ ചെയ്യുക. ഇവിടെ ഈ ക്ലബ് എക്സ്പെൻസിലേക്കായി എംപ്ലോയി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് ഈ കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഞാനിവിടെ 10,000 ആണ് എൻ്റർ ചെയ്യുന്നത്. അതിനനുസരിച്ച് അടുത്ത കോളത്തിൽ വരുന്ന മാറ്റവും ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ പെർക്വിസിറ്റിന്റെ ടാക്സബിൾ എമൗണ്ട് 40,000 ആയി കുറഞ്ഞു. ഇനി ലാസ്റ്റ് കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഈ 40,000 രൂപയിൽ എത്ര രൂപയുടെ ടാക്സ് ആണോ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്തത് ആ എമൗണ്ട് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇവിടെ ഈ 40,000 രൂപയുടെ ടാക്സും പേ ചെയ്യേണ്ടിയിരുന്നത് എംപ്ലോയി ആയിരുന്നു. എന്നാൽ ഒരു 15,000 രൂപയുടെ ടാക്സ് പേ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ ആ 15,000 രൂപയാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത പെർക്വിസിറ്റി സെലക്ട് ചെയ്യാം. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ. ഡേറ്റ് എൻ്റർ ചെയ്യുക, വാല്യൂ എൻ്റർ ചെയ്യുക. ഈ കേസിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും റിക്കവർ ചെയ്യുന്നതായി നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. അതുപോലെ മുഴുവൻ ടാക്സ് എമൗണ്ടും എംപ്ലോയി തന്നെ പേ ചെയ്യുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അടുത്തത് ഹോളിഡേ എക്സ്പെൻസസ്. വാല്യൂ 35,000, recovered from employee 5,000, amount on which tax paid by employer 20,000. ഇത്രയുമാണ് പെർക്വിസിറ്റായി നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമുക്കിനി ഇത് സേവ് ചെയ്യാം. നമ്മളിവിടെ ചില പെർക്വിസിറ്റിന്റെ ടാക്സ് എമൗണ്ട് എംപ്ലോയറും പേ ചെയ്യുന്നതായി അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു പേ ഹെഡ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനായി വീണ്ടും ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക. പേറോൾ ഇൻഫോ സെലക്ട് ചെയ്യുക, പേ ഹെഡ്സ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. ടാക്സ് പെയ്ഡ് ഓൺ പെർക്വിസിറ്റ്സ്. പേ ഹെഡ് ടൈപ്പായി ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ പെർക്വിസിറ്റ്സ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഇത് അജയ് എന്ന എംപ്ലോയിയുടെ സാലറിയിൽ ഡിഫൈൻ ചെയ്യണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഏത് പേ ഹെഡ് ക്രിയേറ്റ് ചെയ്താലും അത് എംപ്ലോയിയുടെ സാലറിയിൽ ഡിഫൈൻ ചെയ്താൽ മാത്രമേ പ്രോപ്പറായി വർക്ക് ചെയ്യുകയുള്ളൂ. ഡിഫൈൻ ചെയ്യുന്നതിനായി വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക, സാലറി ഡീറ്റെയിൽസ് എടുക്കുക, ഡിഫൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ പുതിയ പേ ഹെഡ് നമ്മൾ അജയുടെ സാലറിയിലേക്ക് മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കിനി വീണ്ടും ടാക്സ് കോൺഫിഗറേഷൻ സ്ക്രീനിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തെ 2 ഓപ്ഷനും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാം. പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി അണ്ടർ സെക്ഷൻ 17 ക്ലോസ് 3. എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടേംസും കണ്ടീഷൻസും മോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായോ എംപ്ലോയീസ് പിരിഞ്ഞു പോയതിനു ശേഷമോ അവർ വർക്ക് ചെയ്ത സ്ഥാപനം ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ എംപ്ലോയീസിന് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി എന്ന ഹെഡിൽ പെടുത്താം. അതുമല്ലെങ്കിൽ എംപ്ലോയി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് ലംസമായ ഒരു എമൗണ്ട് എംപ്ലോയിക്ക് എംപ്ലോയർ നൽകുകയാണെങ്കിൽ അതും പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി എന്ന ഹെഡിൽ വരുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് എൻ്റർ ചെയ്യുക, ആനുവൽ എമൗണ്ട് എൻ്റർ ചെയ്യുക. നമ്മളിവിടെ വാല്യൂസ് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല, പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. അടുത്തതായി കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 10 പ്രകാരം എക്സംഷന് എലിജിബിലിറ്റി ഉള്ള അലോവൻസസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആണ്. ഇതിൽ ചില അലോവൻസസിന്റെ സ്റ്റാറ്റസ് നോട്ട് കോൺഫിഗേർഡ് എന്നും മറ്റു ചിലത് കോൺഫിഗേർഡ് എന്നും വന്നിരിക്കുന്നത് കാണാം. നമ്മൾ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്ത എല്ലാ അലോവൻസസിന്റെയും സ്റ്റാറ്റസ് കോൺഫിഗേർഡ് എന്നാണ് വരിക. ഇനി ചെയ്യാൻ ബാക്കിയുള്ളവയുടെ സ്റ്റാറ്റസ് ആണ് നോട്ട് കോൺഫിഗേർഡ് എന്ന് വന്നിരിക്കുന്നത്. എന്നാൽ സ്ഥാപനം ഈ അലവൻസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പേ ഹെഡ് ക്രിയേറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്താൽ മതി. ഇനി നമുക്ക് സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ വരെ അലോവൻസസിന്റെ ലിസ്റ്റ് ആണ്. അതിന് താഴെയായി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 എന്ന് കാണാം. ഇതിൽ എന്റർടൈൻമെന്റ് അലവൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പ്രൊഫഷണൽ ടാക്സ് ഓൾറെഡി കോൺഫിഗർ ചെയ്തതാണ്. അടുത്തത് അതർ ഇൻകം ഡിക്ലെയർഡ് ബൈ എംപ്ലോയി. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എംപ്ലോയീസിന്റെ അതർ ഇൻകം ഡിക്ലെയർ ചെയ്യാം. അതിനായി ഇവിടെ നിന്നും എന്റർ കീ പ്രസ് ചെയ്ത് എംപ്ലോയിയെ സെലക്ട് ചെയ്താൽ മതി. അടുത്തത് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ഇവിടെ നിന്നുകൊണ്ടും എന്റർ കീ പ്രസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ പോസിബിൾ ആണ്. അടുത്തതാണ് റിലീഫ്.
സെക്ഷൻ 89, 90, 91 ഇത് പ്രകാരമുള്ള റിലീഫ് കോൺഫിഗർ ചെയ്യാൻ ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. എംപ്ലോയിയെ സെലക്ട് ചെയ്ത് ആപ്ലിക്കബിൾ ആയ റിലീഫ് സെലക്ട് ചെയ്ത് ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ആനുവൽ എമൗണ്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഇനി ഏറ്റവും അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ടാക്സ് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ആദ്യത്തേത് എംപ്ലോയീസിന്റെ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. എംപ്ലോയിയെ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ആദ്യത്തെ കോളത്തിൽ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പിന്നീട് 7 ഡിജിറ്റ് BSR കോഡ്, ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, ചെലാൻ സീരിയൽ നമ്പർ, അതിനുശേഷം ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അടുത്ത ഓപ്ഷൻ ടാക്സ് ഡിഡക്റ്റഡ് ബൈ പ്രീവിയസ് എംപ്ലോയർ. പ്രീവിയസ് എംപ്ലോയർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ടാലിയിൽ ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെ അവൈലബിൾ ആണ്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. അടുത്തതാണ് ടാക്സ് ഡിഡക്റ്റഡ് അതർ ദാൻ സാലറി. എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ആദ്യത്തെ കോളത്തിൽ ഡിഡക്ടറുടെ ടാൻ, രണ്ടാമത്തെ കോളത്തിൽ ഡിഡക്ടറുടെ നെയിമും അഡ്രസ്സും, അടുത്ത കോളത്തിൽ പേ ചെയ്ത എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിനടുത്ത കോളത്തിൽ പേ ചെയ്ത ഡേറ്റും എൻ്റർ ചെയ്യുക. അതിനുശേഷമുള്ള കോളത്തിൽ ഡിഡക്ട് ചെയ്ത ടോട്ടൽ ടാക്സ് എമൗണ്ട് എൻ്റർ ചെയ്യുക. ലാസ്റ്റ് കോളത്തിൽ ഇതുവരെ ക്ലെയിം ചെയ്ത എമൗണ്ടും എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. നമ്മൾ ഇവിടെയും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. അടുത്ത ഓപ്ഷൻ ഉപയോഗിച്ച് എംപ്ലോയീസിന്റെ സെൽഫ് അസസ്മെന്റ് ടാക്സ് ഡിക്ലെയർ ചെയ്യാം. എംപ്ലോയീസിന്റെ അഡ്വാൻസ് ടാക്സ് ഡിക്ലറേഷനിൽ ചെയ്തതുപോലെ പേയ്മെന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ മതി. നമ്മൾ വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് എംപ്ലോയർ ഡീറ്റെയിൽസ് ടാലിയിൽ എങ്ങനെ ഫീഡ് ചെയ്യാം എന്നാണ്. അതിനായി വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. ഇവിടെ പ്രീവിയസ് എംപ്ലോയർ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത് 1-2 മാസത്തിന് ശേഷമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയിയുടെ പ്രീവിയസ് എംപ്ലോയർ ഡീറ്റെയിൽസ് ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിന്റെ ഇൻകം എക്സംഷൻ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനായി എൻ്റർ കീ പ്രസ് ചെയ്ത് എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സ് കമ്പോണന്റ് സെലക്ട് ചെയ്ത് ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കബിൾ എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്ത കമ്പോണന്റ് സെലക്ട് ചെയ്യുക. ഡേറ്റ് പ്രൊവൈഡ് ചെയ്ത് ഇൻകം എമൗണ്ടും എക്സംഷൻ എലിജിബിൾ ആണെങ്കിൽ എക്സംഷൻ എമൗണ്ടും എൻ്റർ ചെയ്യുക. ഇങ്ങനെ എല്ലാ കമ്പോണന്റ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. നമ്മൾ ഈ ഡീറ്റെയിൽസും സേവ് ചെയ്യുന്നില്ല. വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. അടുത്ത ഓപ്ഷൻ ടാക്സ് ഡിഡക്റ്റഡ് ഓർ പെയ്ഡ് ഡീറ്റെയിൽസ് എന്നതാണ്. പ്രീവിയസ് എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്ന ഫോം 16 ബേസ് ചെയ്താണ് ഇതിലെ വാല്യൂസ് ഫില്ല് ചെയ്യേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോം 16 ബേസ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുക. നമ്മൾ ഈ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കമ്പ്യൂട്ടേഷൻ സ്ക്രീനിലേക്ക് പോകാം. ഡിസ്പ്ലേ, പേറോൾ റിപ്പോർട്ട്സ്, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, ഇൻകം ടാക്സ്, കമ്പ്യൂട്ടേഷൻ. എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ എംപ്ലോയിയുടെ പ്രൊഫഷണൽ ടാക്സ് എമൗണ്ട് 5400 രൂപയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് മന്ത് സാലറിയെ ബേസ് ചെയ്ത് എല്ലാ മാസവും പ്രൊഫഷണൽ ടാക്സ് 450 രൂപ പ്രൊജക്ട് ചെയ്തത് കൊണ്ടാണ് 5400 രൂപ പ്രൊഫഷണൽ ടാക്സ് ആയി കാണിക്കുന്നത്. ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് ഒഴിവാക്കാനായി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ നിന്നുകൊണ്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. പേ ഹെഡ് റീകോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടി ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ടാക്സ് കാൽക്കുലേഷൻ ബേസിസ് ഓൺ ആക്ച്വൽ വാല്യൂ എന്ന് സെറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഇനി കമ്പ്യൂട്ടേഷൻ സ്ക്രീനിലേക്ക് വരിക. പ്രൊഫഷണൽ ടാക്സ് ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക.